പി കെ ശശി 2 പദവികളിൽ നിന്ന് നീക്കിയ വാർത്തയുടെ വിശദാംശങ്ങളുമായി പാലക്കാട് നിന്ന് ടെലിഫോണിൽ നിഖിൽ പ്രമേഷ് ചേരുന്നു. ഗുഡ് മോർണിംഗ് നിഖിൽ പ്രമേഷ്. ടെലിഫോണിലാണ് ഞാൻ മനസ്സിലാക്കുന്നു. CITU ജില്ലാ പ്രസിഡന്റ്, ചുമട്ടുതൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമായി എന്നും മനസ്സിലാക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം പാർട്ടി എടുക്കാനുള്ള കാരണം എന്താണ്? സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളെ തുടർന്ന് പാർട്ടി അന്വേഷണത്തിൽ അത് തെളിയുകയും അതിനു പിന്നാലെ പി കെ ശശിക്കെതിരെ വിവിധ നടപടികൾ ഉണ്ടാവുകയും അദ്ദേഹത്തെ ബ്രാഞ്ച് അംഗം മാത്രമാക്കി അദ്ദേഹം നിലകൊള്ളുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. തരം താഴ്ത്തലുകൾക്കൊക്കെ ശേഷം പാർട്ടിക്ക് പി കെ ശശിയോടുള്ള നിലപാട് ഇത് തന്നെയാണ്. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന് ചുമതലയിൽ ഉണ്ടായിരുന്ന 2 പദവികളിൽ നിന്നുകൂടി അദ്ദേഹത്തെ ഇപ്പോൾ നീക്കിയിരിക്കുകയാണ്. CITU ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും ചുമട്ടുതൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നുമാണ് ഇപ്പോൾ അദ്ദേഹത്തെ നീക്കിയിരിക്കുന്നത്. പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള PN മോഹനൻ CITUവിന്റെ ജില്ലാ പ്രസിഡന്റ് ആകും. KTDC ചെയർമാൻ സ്ഥാനമാണ് ഇനി പി കെ ശശിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉയർന്ന പദവി എന്നുള്ള നിലയ്ക്ക് ഉള്ളത്. സർക്കാർ നൽകിയിട്ടുള്ള ഒരു പദവിയാണത്. അതിൽ നിന്ന് നീക്കുന്ന കാര്യം സർക്കാർ തന്നെ തീരുമാനിക്കട്ടെ എന്നുള്ളതാണ് ഇന്നലെ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം. എന്തായാലും പി കെ ശശിക്ക് കടുത്ത തിരിച്ചടി പാർട്ടിയിൽ നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലായിരുന്നു അദ്ദേഹത്തിനെതിരെയുള്ള നടപടികളൊന്നും മയപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത്, അല്ലെങ്കിൽ അതിന്റെ വേഗതയൊന്ന് കുറയ്ക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. ഇതിന് പിന്നാലെയാണ് പി കെ ശശിക്ക് ഉണ്ടായിരുന്ന 2 ചുമതലകളിൽ നിന്നുകൂടി അദ്ദേഹത്തെ നീക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഓക്കെ, താങ്ക് യു നിഖിൽ പ്രമേഷ്.